ചില സീനുകൾ നമ്മളെ വെറുതെ എൻ്റർടൈൻ ചെയ്യിക്കുക മാത്രമല്ല, തിയേറ്റർ തന്നെ കുലുക്കും. ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നു പോകുന്ന അല്ലെങ്കിൽ ആവേശം കൊണ്ട് അലറി വിളിക്കുന്ന നിമിഷങ്ങൾ. ഇതൊന്നും മൊബൈലിലോ ലാപ്ടോപ്പിലോ കണ്ടാൽ ആ ഫീല് കിട്ടില്ല. അത് ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. 2025 മലയാള സിനിമയ്ക്ക് ഒരു ഗംഭീര വർഷമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 2025 തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ച മറക്കാനാവാത്ത 5 കിടിലൻ സീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഫീസർ ഓൺ ഡ്യൂട്ടി, ദ കോൾഡ് ഓപ്പണിംഗ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ മലയാള സിനിമ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഗംഭീര സീനിലൂടെയാണ്. ഡയലോഗില്ല, മ്യൂസിക് ഇല്ല, വിശദീകരണങ്ങളില്ല. ഒറ്റ ഷോട്ടിലെല്ലാം പറഞ്ഞു പോകുന്നു. ഒരു മുറിയിലിരിക്കുന്ന ഒരാൾ, ക്യാമറ പതുക്കെ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു അയാൾ പോലീസ് യൂണിഫോം ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പെട്ടെന്ന് അയാൾ ചെയ്യുന്ന കാര്യം നമ്മളെ ഞെട്ടിക്കും. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ സീൻ അവിടെ തീരുന്നില്ല. ക്യാമറ പിന്നെയും ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ കാണുന്ന ആ കാഴ്ച, അത് വല്ലാത്തൊരു ഷോക്കാണ്. സ്പോയിലർ ആകുന്നില്ല, സിനിമയിലെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ തുടക്കം ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് അൺഫർഗറ്റബിൾ ഡ്രെഡ് സോക്ഡ് ഓപ്പണിംഗ് സീക്വൻസസ് എവർ അറ്റംപ്റ്റഡ് ഇൻ മലയാളം സിനിമ. തുടരും പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. തമിഴ്, തെലുങ്ക് സിനിമകളെപ്പോലെ ഒരു മാസ് സ്റ്റാർ ഡ്രിവൻ ഇൻഡസ്ട്രി അല്ല മലയാളം. പക്ഷേ മാസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത് ലാലേട്ടനാണ്. 2025 ലാലേട്ടൻ വീണ്ടും അത് തെളിയിച്ചു. എമ്പുരാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ലെങ്കിലും തരുൺ മൂർത്തിയുടെ തുടരും വിൻറ്റേജ് ലാലേട്ടനെ തിരിച്ചു തന്നു. ഈ സിനിമയുടെ നെറേറ്റീവ് മൊത്തം ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനിലേക്ക് ബിൽഡ് ചെയ്യുകയാണ്. ഇറ്റ്സ് ദി ഇറപ്ഷൻ ഓഫ് എ മാൻ ഹു ഹാസ് ലോസ്റ്റ് എവറിഥിങ്, എ മാൻ കോർണേർഡ് ബൈ ഇൻജസ്റ്റിസ് ലോങ് എനഫ്. മുരുക എന്ന് വിളിച്ച് ലാലേട്ടൻ ആ ആദ്യത്തെ അടി കൊടുക്കുമ്പോൾ തിയേറ്റർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പിന്നെ ആ ജനലിലൂടെയുള്ള ചാട്ടം. 65-ാം വയസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ലാലേട്ടനെ കൊണ്ടേ പറ്റൂ. വെറും മാസല്ല, നല്ല ഇമോഷനും ചേർന്നതുകൊണ്ടാണ് അത് ഇത്ര ഹിറ്റായത്. ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന് പുള്ളി വീണ്ടും തെളിയിച്ചു. ഡയസ് ഇറെ, ഇന്റർവെൽ സീൻ. ഹൊറർ ഈസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ജോണേഴ്സ് ടു പുൾ ഓഫ് ഇഫക്റ്റീവ്ലി. ഇറ്റ് ഡിമാൻഡ്സ് പ്രിസിഷൻ ഇൻ സൗണ്ട്, ടൈമിംഗ്, ഫ്രെയിമിംഗ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ആൻഡ് ദാറ്റ്സ് വൈ ജെന്യുവൻലി ഇംപാക്ട്ഫുൾ ഹൊറർ ഫിലിംസ് ആർ റെയർ. ഹൊറർ സിനിമകൾ ചെയ്യാൻ രാഹുൽ സദാശിവനെ കഴിഞ്ഞേ ആളുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചു. ഭൂതകാലത്തിനും ഭ്രമയുഗത്തിനും ശേഷം വന്ന ഡയസ് ഇറെ ആ ഒരു ലെവലിലേക്ക് ഉയർന്നില്ലെങ്കിലും ഇറ്റ് സ്റ്റിൽ ഡെലിവേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ചില്ലിംഗ് ആൻഡ് റിഫ്രഷിംഗ് മോഡേൺ ഹൊറർ എക്സ്പീരിയൻസസ് ഓഫ് 2025. ഇതിലെ ഇന്റർവെൽ ബ്ലോക്കാണ് ഹൈലൈറ്റ്. പ്രണവിന്റെ കഥാപാത്രം അനുഭവിക്കുന്ന പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും നിഴലുകളും. മരിച്ചുപോയ കാമുകിയുടെ ആത്മാവാണെന്നാണ് നമ്മളും വിചാരിച്ചത്. പക്ഷേ ഇന്റർവെൽ സമയത്ത് ആ ട്വിസ്റ്റ് വരുന്നു. മുന്നിൽ വരുന്നത് ഒരു പെൺകുട്ടിയല്ല, അതൊരു പുരുഷ രൂപമാണ്. അതുവരെ നമ്മൾ കണ്ടതിനെ എല്ലാം മാറ്റിമറിച്ച, തിയേറ്ററിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു മൊമെന്റായിരുന്നു അത്. ദിസ് റെവലേഷൻ ഫ്ലിപ്സ് ദി എൻറ്റയർ നാരറ്റീവ് ഓൺ ഇറ്റ്സ് ഹെഡ്, ക്രിയേറ്റിംഗ് എ സർജ് ഓഫ് ക്വസ്റ്റ്യൻസ്, തിയറീസ് ആൻഡ് ക്യൂരിയോസിറ്റി ആസ് ദ ഫിലിം ഹെഡ്സ് ഇൻ ടു ദ സെക്കൻഡ് ഹാഫ്. It's the kind of interval moment that sends theaters buzzing, one that proves Rahul Sadashivan's command over atmosphere and psychological horror remains unmatched. Echo, climax. സിനിമ കഴിഞ്ഞിറങ്ങിയാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത ചിത്രമാണ് എക്കോ. It's unsettling, mysterious, ambiguous, the kind of cinema that refuses to spoon-feed answers. Instead, it leaves you with questions, theories, and a strange sense of unease. കുരിയാച്ചനാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്നും മ്ലാത്തി വെറും ഇരയാണെന്നുമാണ് നമ്മൾ അവസാനം വരെ വിശ്വസിച്ചത്. എന്നാൽ ക്ലൈമാക്സിൽ ആ കഥയാകെ മാറിമറിയുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ആരാണ് ശരിക്കും വില്ലൻ, ആരാണ് ഇര എന്നുള്ള നമ്മുടെ ധാരണകൾ തെറ്റുന്നു. ഒന്നും വ്യക്തമായി പറയാതെ പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു എക്കോയുടേത്. എ ഹോണ്ടിങ്, ആംബിഗ്വസ്, beautifully executed climax that rightfully earns its place among the best cinematic moments of 2025. ലോക ചാപ്റ്റർ 1, ചന്ദ്ര, ഇന്റർവെൽ ബ്ലോക്ക്. മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഫാന്റസി ലോകം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച സിനിമ. യെസ്, മിന്നൽ മുരളി opened the doors, but Loga didn't just walk through them, it broke them wide open. This film wasn't just a Malayalam hit, it became a pan-Indian sensation, proving that our industry can dream big and deliver bigger. While the action sequences and star-studded cameos in the climax thrilled audiences, ഇതിലെ ഇന്റർവെൽ സീനായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഒരേ സമയം വർത്തമാനകാലത്തെ കഥയും പണ്ട് നടന്ന കള്ളിയാങ്കാട്ട് നീലിയുടെ കഥയും പാരലലായി കാണിക്കുന്നു. ആ നീലിയായി അഭിനയിച്ച കുട്ടിയുടെ പ്രകടനം സമ്മതിക്കണം. കഥയിലെ നീലി യഥാർത്ഥത്തിൽ മുന്നിലെത്തുന്ന ആ നിമിഷം തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു. രോമാഞ്ചം വരുന്ന കാഴ്ച. മലയാള സിനിമ വേറൊരു യുഗത്തിലേക്ക് കടന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷം.
അപ്പോൾ ഇതൊക്കെയാണ് 2025-ൽ തിയേറ്ററുകളിൽ തീ പടർത്തിയ 5 സീനുകൾ. ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഫീല് ഒന്ന് വേറെ തന്നെയാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? ഞാൻ ഏതെങ്കിലും സീൻ വിട്ടുപോയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.